ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. അതായത് ഇന്നലെ ന്യൂ മൂൺ ആയിരുന്നില്ല, അപ്പോൾ ഇന്നലെ അവർ നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്തു, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചോ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന അതേ ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണെ കാണണം, നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നൽ വരത്തില്ലേ? രാത്രിയാവുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടാവത്തില്ല. അതേപോലെ അവർക്കും അതേ സെയിം ഫീലിങ്സ് ആണോ ഉണ്ടായത് ഇന്നലെ രാത്രി എന്ന് നോക്കാനാണ്. അപ്പോൾ ഇന്നലെ രാത്രി അവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർക്കും സെയിം ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഉണ്ടായത്. അവർ നിങ്ങളുടെ കൂടെയാണ് അവരെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതായിട്ട്, നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട്, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഒത്തിരി കാർമിക് ട്രിഗർ ഇവർക്ക് ഉണ്ട്, ഒത്തിരി മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. എങ്കിലും ഇവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇമാജിൻ ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നത് കാരണം നിങ്ങളോട് പല കാര്യങ്ങളും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് എന്തായാലും കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണം, ഇവരുടെ മനസ്സിലുള്ള ഫീലിങ്സും എല്ലാം തുറന്ന് പറയണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഇവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളോട് പല കാര്യങ്ങളും, മനസ്സിൽ ഇതുവരെയും പറയാത്ത പല കാര്യങ്ങളും തുറന്ന് പറയണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് കാർമിക് ട്രിഗർ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു കാർമിക് ട്രിഗർ ആലോചിച്ച് തന്നെ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ആ ഒരു കാർമിക് ട്രിഗർ ഇവർക്ക് ലഭിച്ചത്. ഇവിടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിലും വളരെയധികം സന്തോഷമായിട്ടാണ് ഇവർ ഉള്ളത്. സന്തോഷം വരുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് സന്തോഷം ഉണ്ടാവുന്നത്. ഇവരുടെ മുഖത്ത് സന്തോഷം വരുന്നത് എല്ലാം കളഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഇവരുടെ മുഖത്ത് സന്തോഷം, ഒരു ചിരിയും വരുന്നത്. അപ്പോൾ ഇവർ സ്വയം ഇവരെ ഹാപ്പി ആക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്തിട്ടാണ്. ഇവിടെ ഇവരുടെ ഉള്ളിൽ ഒരു സന്തോഷം വരുന്നത് നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ട് നിങ്ങളോട് ഇവർക്ക്, അതുകൊണ്ടാണ് ഇത്രമാത്രം ഹാപ്പി ഇവർ ആകുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു അമാവാസി ദിവസം ഇവരുടെ കൂടെ എത്ര തന്നെ ആൾക്കാരുണ്ടായാലും ഇവർ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ ഇവർക്ക് തോന്നും. കാരണം ഇവർ തനിച്ചല്ലേ, എല്ലാവർക്കും ഫാമിലിയും ഉണ്ടായിരിക്കാം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളിൽ നിന്ന് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണ്, നിങ്ങളുടെ വൈഫ് നിങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണ് എങ്കിൽ ഇവരുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ടാകും. പക്ഷെ ഇവർ തനിച്ചായിരിക്കും, ഇവർ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു അമാവാസി കഴിഞ്ഞു പോയ ദിവസം. ഓരോ ആൾക്കാരുടെ ലൈഫിലും ഇമോഷൻസായിട്ട് പല അപ്സ് ആൻഡ് ഡൗൺസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഇവർ തന്നെ വിചാരിക്കണം. പക്ഷേ ഇവർ വളരെ ഇമോഷണലായിട്ട് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇന്നലെ രാത്രി ചിന്തിച്ചു, റൊമാൻറ്റിക് എനർജിയിലുമായിരുന്നു ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കംപ്ലീഷൻ്റെ ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം ഇവരുടെ മനസ്സിൽ ഇന്നലെ തോന്നിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് എല്ലാവരെയും പോലെ ഒരുമിച്ച് ജീവിക്കണം, എൻ്റെ പേഴ്സണുമായിട്ട് ഒരുമിച്ച് എവിടെയെങ്കിലും പോകണം, ഒരുമിച്ച് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണം, ഒരുമിച്ച് ആ ഫങ്ഷനിൽ നിൽക്കണം, അങ്ങനെയൊക്കെ എല്ലായിടത്തും ഒരുമിച്ച് പോകണം വരണം, അങ്ങനൊരു തോന്നൽ ഇന്നലെ ഇവർക്കുണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ എനിക്ക് ലഭിച്ചു. നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ നിങ്ങളില്ലാതെ ഭയങ്കരമായിട്ട് വിഷമിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം അതെ എന്നാണ്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല, 24 മണിക്കൂറും നിങ്ങളുടെ കൂടെ ഇരിക്കണം, നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഒരു എനർജി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇന്നലെ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അവരുടെ ആ ഒരു മനസ്സിൽ ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം വന്നതുകൊണ്ട്, ഇല്ല എങ്കിൽ ഇന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ പോസ്റ്റ് അതൊക്കെ നോക്കുക, അതിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു.
ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് ഉള്ളത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ പുറത്ത് വന്നിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 5 ദിവസത്തിനുള്ളിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് 5 മണിക്കൂറിനുള്ളിൽ യൂണിയൻ ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.